മന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് ശേഷം ഇപ്പോൾ റോഡ് ഉപരോധിക്കുകയാണ് ആശാ വർക്കേഴ്സ്. ആ ദൃശ്യങ്ങളിലേക്ക്. വിശദാംശങ്ങളുമായി ശ്രീകാന്താണ് ചേരുന്നത് അവിടെ നിന്ന്. ശ്രീകാന്ത്, ചർച്ച പരാജയപ്പെട്ടു. ഒരു ചർച്ച നടത്തിയില്ല എന്ന് വേണ്ട, ആ രീതിയിൽ നടത്തിയ ഒരു ചർച്ചയാണിതെന്ന് ആശാ വർക്കേഴ്സ് ആരോപിക്കുന്നു. നാളെ 11 മണി മുതൽ സമരം തുടരും എന്ന് പറയുന്നു. മന്ത്രിയുടേതായ ചില വിശദീകരണങ്ങൾ നൽകുന്നു. അതിൽ കൂടുതലും സാങ്കേതികമായ കാര്യങ്ങളാണ്. ഇപ്പോൾ അവർ റോഡ് ഉപരോധിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ. ചർച്ചകൾ ഇന്ന് നടന്നിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ ചർച്ചകൾ പല തട്ടുകളിലായി നടക്കുന്നുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ നടന്നത് ഉദ്യോഗസ്ഥതല ചർച്ചയാണ്. പക്ഷേ അതിൽ പരിഹാരമുണ്ടായില്ല. സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചത്. അതിനാൽ തന്നെ സമരത്തിൽ നിന്നും പിന്മാറണം, തൽക്കാലം ഒരു ഉറപ്പ് നൽകാം എന്നുള്ളത് മാത്രമാണ് സർക്കാർ നിയോഗിച്ച NHMന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ പറഞ്ഞത്. പക്ഷേ ആശാ വർക്കർമാർ അംഗീകരിക്കാൻ തയ്യാറായില്ല. തൊട്ട് പിന്നാലെ ഈ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ചർച്ച നടക്കുകയുണ്ടായി. നിയമസഭയിലെ മന്ത്രിയുടെ ഓഫീസിലാണ് ഈ ചർച്ച നടന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അവർക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ചർച്ചയിലും മന്ത്രിയും തയ്യാറായില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരം. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ആശാ വർക്കർമാർ. നാളെ 11 മണിക്ക് അവരുടെ നിരാഹാര സമരം ആരംഭിക്കും. 3 പേരെ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ 3 പേർ നിരാഹാര സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഊഴമനുസരിച്ച് മറ്റുള്ളവരും ഈ നിരാഹാര സമരത്തിന്റെ ഭാഗമാവുകയും ചെയ്യും. ഇപ്പോൾ പ്രതിഷേധ സൂചകമായി അവർ ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരവുമായി, പ്രതിഷേധ പ്രകടനവുമായി നീങ്ങുകയാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആശാ വർക്കർമാർ അവരുടെ രോഷപ്രകടനം നടത്തുന്നതാണ്. മന്ത്രിയുമായി ചർച്ച നടത്തി, മന്ത്രി നിയോഗിച്ച ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും അവർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ സംസാരിച്ചപ്പോഴും പറഞ്ഞത് അതാണ്. 3 ഇരട്ടിയൊക്കെ തങ്ങൾ ശമ്പള വർധനവ് ചോദിച്ചു എന്നാണ് മന്ത്രി പറഞ്ഞത് എന്നവർ പറയുന്നു. പക്ഷേ തങ്ങൾക്ക് അർഹതപ്പെട്ടത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്നവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഇനി ഉണ്ടാകും അപ്പോൾ എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും അവർ വെച്ച് പുലർത്തുന്നുണ്ട്. കാത്തിരുന്ന് കാണുക മാത്രമേ നിവൃത്തിയുള്ളൂ. തൽക്കാലം ചർച്ച പരാജയപ്പെട്ടു. ഈ ഘട്ടത്തിൽ ഇവരുടെ ഭാഗത്തു നിന്നും, ഈ ആശാ വർക്കർമാരുടെ ഭാഗത്തു നിന്നും പിരിഞ്ഞു പോകുന്നതിനോ അല്ലെങ്കിൽ ഈ സമരം അവസാനിപ്പിക്കുന്നതിനോ അവർ തയ്യാറായിട്ടില്ല. സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. സമരം മുന്നോട്ട് കൊണ്ടുപോകും. മുദ്രാവാക്യം വിളി കൂടുതൽ കടുക്കുന്നു, സമരം കൂടുതൽ ശക്തമാക്കുന്നു. ഇനി നാളെ നിരാഹാര സമരം എന്നുള്ള ഘട്ടത്തിലേക്ക് കടക്കുന്നു. മറ്റൊരു മാനം ഈ സമരത്തിന് വരികയാണ്. നാളത്തെ അവരുടെ സമര രീതികളൊക്കെ എങ്ങനെയായിരിക്കും? ഏതെങ്കിലും രാഷ്ട്രീയ പ്രമുഖർ നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നാളത്തെ സമര രീതികളെ കുറിച്ചൊന്ന് പറയൂ ശ്രീകാന്ത്. ഇതിനോടകം തന്നെ നിരവധി പേർ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച രംഗത്ത് വന്നിട്ടുണ്ട്. സ്വാഭാവികമായും നാളെ നടക്കാൻ പോകുന്ന അവരുടെ നിരാഹാര സമരത്തിനും അതിൻ്റെ ഒരു പിന്തുണ കിട്ടും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഇതിനോടകം BJPയും കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ച അവരുടെ മുതിർന്ന നേതാക്കൾ, സമുന്നതരായ നേതാക്കളൊക്കെ തന്നെ രംഗത്ത് വന്നിരുന്നു. നാളെയും അത്തരത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച ആളുകൾ എത്തും എന്നവർ കരുതുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇനിയും ഈ സമരത്തിന്റെ ഭാഗമാകാത്ത ആശാ വർക്കർമാർ കൂടി ഈ സമരത്തിലേക്ക് എത്തിച്ചേരും എന്ന് കരുതുകയാണ് അവർ. അവരെ ഓരോരുത്തരെയായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിലേക്ക് എത്തിച്ചേരാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഈ സമരസമിതി. ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേരണമെന്നും അന്തിമ സമരത്തിന് തയ്യാറെടുക്കണം എന്നുള്ളതുമായിരുന്നു നേരത്തെ അവർ ഇവിടെ മാധ്യമങ്ങളോട് സംസാരിക്കവേ ആഹ്വാനം ചെയ്തത്. ഒരുപക്ഷെ കൂടുതൽ ആശാ വർക്കർമാർ ഇവിടേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുമുണ്ട്. ഊഴം വെച്ചുള്ള നിരാഹാര സമരം നടക്കുന്ന പശ്ചാത്തലത്തിൽ സമാധാനപരമായിരിക്കും സമരം എന്ന് തന്നെ കരുതാം. ഇതുവരെയും ആ രീതിയിൽ തന്നെയാണ്, സമാധാനപരമായി തന്നെയാണ് ആശാ വർക്കർമാരുടെ സമരം മുന്നോട്ട് പോയത്. സമാധാനപരമായ സമരം എന്ന നിലയിൽ ഈ നിരാഹാര സമരം
അതവർ തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. 3 പേർ എന്ന ക്രമത്തിൽ ഓരോ ദിവസങ്ങളിലായി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീർച്ചപ്പെടുത്തിയിട്ടുള്ളത്. ഈ സമര പരിപാടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ചോദിക്കാം എന്നാണ് കരുതുന്നത്. തീർച്ചയായിട്ടും സത്യാഗ്രഹം, അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം നാളെ മുതൽ ആരംഭിക്കും. കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും തലസ്ഥാനത്തേക്ക് വരണമെന്നാണ് ഞങ്ങളൊക്കെ അഭ്യർത്ഥിക്കുന്നത്. നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി MA ബിന്ദു, 2 ആശമാരായ തങ്കമണിയും അതോടൊപ്പം ഷീജയും. ഏതെങ്കിലും സംഘടനകളൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇതിനോടകം? ഞങ്ങൾക്ക് 100 കണക്കിന് സംഘടന പിന്തുണയുമായി ഞങ്ങളോടൊപ്പമുണ്ട്. പൊതുസമൂഹം സമ്പൂർണ്ണമായിട്ടുണ്ട്. ഇത്രയും പിന്തുണ നേടിയ ഒരു സമരം കേരള ചരിത്രത്തിലുണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം അത്രമേൽ ആശാവർക്കർമാർ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഹൃദയത്തെ സ്പർശിച്ച ആളുകളാണ്. നാളെ നടക്കുന്ന സർക്കാർ ഇപ്പോഴും പറയുന്നത് കേന്ദ്രത്തെ അറിയിക്കാൻ എന്തിനാണ് ഈ 38 ദിവസം? ഞങ്ങൾ ഈ സമരം തുടങ്ങുന്നതിനും എത്രയോ നാൾ മുമ്പ് നിവേദനം കൊടുത്തില്ലേ ഈ വിഷയമായി? ഞങ്ങൾ പറഞ്ഞല്ലോ, അനുഭാവപൂർവ്വം ഈ ബജറ്റിൽ പരിഗണിക്കുന്നില്ലെങ്കിൽ. തീർച്ചയായും അവരുടെ ഈ വിഷയം അത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. ശ്രീകാന്ത്, ഒരു കാര്യം കൂടി ഉണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണും, ഇത് അറിയിക്കുമെന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞ ഒരു കാര്യമാണ് ആശാ വർക്കേഴ്സിന്റെ ഇൻസെന്റീവ് വർധനയുമായി ബന്ധപ്പെട്ട കാര്യം ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഉന്നതതല സമിതി അത് ശുപാർശ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വർദ്ധിപ്പിക്കണമെങ്കിൽ വർദ്ധിപ്പിക്കാം. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരു അല്പം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ തലത്തിൽ അത് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്നൊരു ശുപാർശ നൽകിയിട്ടുണ്ട് എന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറയുന്നു. ഇത് അവർ അറിഞ്ഞിട്ടുണ്ടോ? അത് അവരുടെ ശ്രദ്ധയിൽ നമുക്ക് വേണമെങ്കിൽ പെടുത്താം. ചേച്ചി, ഇപ്പോൾ ഒരു കാര്യം കൂടി, ഇപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി രാജ്യസഭയിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ആശാവർക്കർമാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്, കാലോചിതമായി അവരുടെ ഇത് വർദ്ധിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ വർദ്ധിപ്പിക്കും എന്നൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതൊരു ആശാവഹമായ പ്രസ്താവനയായി കരുതുന്നുണ്ട് ഈ ഘട്ടം? നേരത്തെ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരുന്നല്ലോ, ഒരാഴ്ച മുമ്പ് അങ്ങനെ നടത്തിയിരുന്നു. നമുക്ക് വേണ്ടത് പ്രസ്താവനകളല്ല. എന്തിനാണ് ഈ പ്രസ്താവനകൾ? ഇനി തീരുമാനമാക്കുന്നതിന് എന്താണ് തടസ്സം? ഈ രാജ്യത്തെ ഖജനാവ് നിറയ്ക്കുന്നതിൽ ഈ രാജ്യത്തെ ആശാവർക്കർമാരുണ്ട്, സ്ത്രീ തൊഴിലാളികളുണ്ട്, പട്ടിണി കിടക്കുകയാണ്. ഈ കിട്ടുന്ന പണം മുഴുവൻ ബാങ്കിലിടുവാണോ? കടം വാങ്ങാൻ ഒരാളില്ല. ഉറപ്പില്ലാത്തൊരു വരുമാനത്തിന് ആരാണ് കടം കൊടുക്കുന്നത്? അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ജീവിക്കുന്ന സ്ത്രീ തൊഴിലാളികൾ ഇത്രയധികം ചൂഷണം അനുഭവിക്കുമ്പോൾ അവരെ നോക്കി പല്ലിളിച്ച് കാണിച്ചിട്ട് ഞങ്ങൾ ആലോചിക്കും എന്ന് പറഞ്ഞാൽ എത്ര ദിവസമായി ഈ പെരുമഴയത്തും വെയിലത്ത് കിടക്കുന്നു. ഞങ്ങളിൽ പെരുമഴ കൊള്ളും. ആശാവർക്കർമാർ മലയും കാടും എല്ലാം തോടും താണ്ടി തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സഹിക്കും, പക്ഷേ ഒരു പരിധി ഉണ്ടെന്ന് ഓർക്കണം അതിനൊക്കെ. അത് അതെ കൃഷ്ണ, അതിൻ്റെ മറുപടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഈ പ്രസ്താവന ഇറക്കിക്കൊണ്ടുള്ള പരിപാടി വേണ്ട, പ്രസ്താവന യുദ്ധം വേണ്ട, തങ്ങൾക്ക് വേണ്ടത് പരിഹാരമാണ്. ഈ തീരുമാനമെടുക്കുന്നതിന് എന്താണ് ഇത്ര പ്രശ്നം? ഇതാണ് ചോദ്യം. സ്വാഭാവികമായി അവരുടെ ഇടയിൽ നിന്നും ഉയർന്ന ചോദ്യം അതാണ്. 38 ദിവസങ്ങളായി മഴയും വെയിലുമേറ്റ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്നും സ്വാഭാവികമായി ഉയരുന്ന ചോദ്യം അതാണ്. അതിന് മറുപടി നൽകേണ്ടതുണ്ട്. മന്ത്രി നടത്തിയ ചർച്ചയിൽ പരിഹാരമായില്ല, ഉദ്യോഗസ്ഥർ നടത്തിയ ചർച്ചയിൽ പരിഹാരമായില്ല, രാജ്യസഭയിലടക്കം ഇപ്പോൾ പ്രസ്താവനകൾ മാത്രമാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അവർക്ക് വേണ്ടത് അതല്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അവർക്ക് വേണ്ടത് തീരുമാനമാണ്, എടുക്കേണ്ടത് തീരുമാനമാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രിക്കും ആ തീരുമാനമെടുക്കാം, സംസ്ഥാന ആരോഗ്യമന്ത്രിക്കും അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൃത്യമായി എടുക്കാമെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കാണുന്ന ആശാവർക്കർമാർ ഏതാണ്ട് ഒരു 10-38 ദിവസമായ അവർ സമരത്തിലാണ്. 10-38 ദിവസമായി അവർ ഉന്നയിക്കുന്ന ആവശ്യവും ഒന്ന് തന്നെയാണ്. അവർ പലകുറി ചർച്ചകളുടെ ഭാഗമായിട്ടുണ്ട്. അവരെ ഇവിടെ നിന്നും ഒഴിവാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ശേഷം മഴയും മഞ്ഞും വെയിലുമേറ്റ് അവർ ഇവിടെ കിടന്നിട്ടുണ്ട്. ഇന്നുകൂടി 2 തലത്തിലുള്ള ചർച്ചയുടെ ഭാഗമാവുകയും ചെയ്തിരുന്നു അവർ. പക്ഷേ സർക്കാർ ഇപ്പോഴും എടുത്തിരിക്കുന്ന നിലപാട് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന രീതിയിലുള്ളതായിരുന്നില്ല. സമരം തുടരാനാണ് തീരുമാനം. നാളെ നിരാഹാര സമരം തുടങ്ങും. അത് 11 മണിക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കൂടുതൽ ആശാവർക്കർമാർ ഇവിടേക്ക് എത്തുമെന്നവർ അവകാശപ്പെടുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ വന്നു പോയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും അത്തരം പിന്തുണകൾ ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും ഇതുവരെയും സെക്രട്ടേറിയറ്റ് നടയിൽ നടന്നിട്ടുള്ളതിൽ ജനകീയ പിന്തുണ കിട്ടിയിട്ടുള്ള സമരം ഇതല്ലാതെ മറ്റൊന്നില്ല എന്ന് അവർ അവകാശപ്പെടുന്നു. ഒരു പക്ഷേ നമുക്കും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നതും. സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. അത് നാളെ നിരാഹാര സമരത്തിന്, കൂടുതൽ കരുത്തുറ്റ സമരത്തിന് വഴിമാറാൻ പോകുന്നു.